അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 മത്സരങ്ങൾ തികച്ച ഒരു മലയാളിയുണ്ട്. അത് പക്ഷെ നമുക്കറിയാവുന്ന ടിനു യോഹനാൻ, എസ് ശ്രീശാന്ത്, സഞ്ജു സാംസൺ എന്നിവരൊന്നുമല്ല. എന്നാൽ അത് നമ്മുടെ രാജ്യമായ ഇന്ത്യക്ക് വേണ്ടിയുമല്ല. UAE ദേശീയ ടീമിനായി കളിക്കുന്ന കോഴിക്കോട് പന്നിയങ്കര സ്വദേശി ബാസിൽ ഹമീദാണ് ആ മലയാളി റെക്കോർഡിനുടമ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 1000 റൺസും 50 വിക്കറ്റും നേടുന്ന ആദ്യ മലയാളി താരവും ഈ 32കാരൻ ഓൾറൗണ്ടറാണ്. കേരള രഞ്ജി ട്രോഫി ടീം സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും ഇന്ത്യക്കായി കളിക്കണമെന്ന മോഹം മാറ്റിവെച്ച് പ്രവാസിയായി ഒടുവിൽ UAE ക്രിക്കറ്റ് ടീമിനൊപ്പം ലോകകപ്പ് വേദി വരെ എത്തിയ താരമാണ് ബാസിൽ. 2027 ലോകകപ്പ് ലീഗ് 2 യോഗ്യതാ റൗണ്ടിൽ സെപ്റ്റംബർ 24-ാം തീയതി USA-ക്കെതിരെ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ബാസിൽ ഈ നേട്ടം സ്വന്തമാക്കിയത്. മത്സരത്തിൽ 43 പന്തിൽ നിന്ന് 4 സിക്സും 3 ഫോറും അടക്കം 50 റൺസ് എടുത്ത് ബാസിൽ റെക്കോർഡ് നേട്ടം ഭംഗിയാക്കിയെങ്കിലും UAE ടീമിന് മത്സരം അത്ര ശുഭകരമായിരുന്നില്ല. 136 റൺസിന്റെ വമ്പൻ തോൽവിയാണ് ടീം നേരിട്ടത്. 44 ഏകദിനങ്ങളും 57 T20 മത്സരങ്ങളും അടങ്ങുന്നതാണ് ബാസിലിന്റെ ഈ നേട്ടം. 2023 ഓഗസ്റ്റ് 19-ാം തീയതി ഒരു T20 മത്സരത്തിൽ ന്യൂസിലൻഡിനെ അട്ടിമറിച്ച UAE ടീമിലും ബാസിൽ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടെസ്റ്റ് യോഗ്യതയുള്ള ഒരു പ്രധാന രാജ്യത്തിനെതിരായ UAEയുടെ ആദ്യ ജയം കൂടിയായിരുന്നു അത്. 2019 മുതൽ UAE ടീമിന്റെ ഭാഗമാണ് ബാസിൽ. 2003-ൽ 11-ാം വയസ്സ് മുതൽ തന്നെ കളിയെ കാര്യമായി എടുത്തു തുടങ്ങി. ജൂനിയർ തലത്തിൽ കോഴിക്കോട് ജില്ലാ ടീമിന് വേണ്ടി കളിച്ചായിരുന്നു തുടക്കം. അണ്ടർ 25 വിഭാഗത്തിൽ വരെ കേരളത്തിനായി കളിച്ചിരുന്നു. +2 വരെ കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. ഡിഗ്രിക്ക് ആദ്യം കോഴിക്കോട് ദേവഗിരി കോളേജിൽ ചേർത്തെങ്കിലും പിന്നീട് എറണാകുളം BPCL KRL ടീം അവിടെ ലീഗ് കളിക്കാൻ ക്ഷണിച്ചതോടെ മഹാരാജാസ് കോളേജിലേക്ക് മാറി. BPCL ടീമിനായി ഓൾ ഇന്ത്യ ടൂർണമെന്റ്, എറണാകുളം ലീഗ് തുടങ്ങിയവയിൽ കളിച്ചു. ലീഗ് മത്സരങ്ങളിലെ പ്രകടനം അങ്ങനെ ബാസിലിനെ 2015-ൽ തന്റെ 23-ാം വയസ്സിൽ രഞ്ജി ട്രോഫി സാധ്യതാ പട്ടികയിൽ എത്തിച്ചു. പക്ഷെ ഇതിനിടെ കുടുംബത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ട സാഹചര്യം ബാസിലിന് വന്നു. ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന ഘട്ടത്തിലാണ് കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി കളിക്കുകയെന്ന സ്വപ്നം മാറ്റിവെച്ച് ബാസിൽ 2015-ൽ സ്വയം അറബി നാട്ടിലേക്ക് പറിച്ചു നടന്നത്. UAEയിൽ അൽ നബൂദ എന്ന ക്ലബിലായിരുന്നു തുടക്കം. ബുഹാദർ ലീഗ്, അബുദാബി T20 ട്രോഫി തുടങ്ങി UAEയിലെ പ്രമുഖ ആഭ്യന്തര ലീഗുകളിലെല്ലാം അൽ നബൂദയ്ക്കായി കളത്തിലിറങ്ങിയ ബാസിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങി. UAE ആഭ്യന്തര ലീഗുകളിൽ തകർത്ത് കളിക്കുന്നതിനിടെയാണ് 2019-ൽ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിന്റെ റഡാറിൽ ബാസിൽ പതിയുന്നത്. ആദ്യം ക്യാമ്പിലേക്ക് വിളിപ്പിച്ചു. 2-3 ദിവസത്തെ പരിശീലനത്തിനു ശേഷം കെനിയയ്ക്കും സിംബാബ്വേക്കുമെതിരായ 2 പരിശീലന മത്സരങ്ങളിൽ കളിപ്പിച്ചു. ആദ്യ മത്സരത്തിൽ 36 റൺസും 2-ാം മത്സരത്തിൽ 80 റൺസും എടുത്തതോടെ ബാസിലിനെ തേടി എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിന്റെ കരാറെത്തി. ICC ക്രിക്കറ്റ് ലോകകപ്പ് ലീഗ് 2-ലേക്കുള്ള ടീമിലേക്കാണ് ബാസിലിനെ ആദ്യം തിരഞ്ഞെടുത്തത്. 2019 ഡിസംബർ 8-ന് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ US-നെതിരെയായിരുന്നു ഏകദിന അരങ്ങേറ്റം. സ്കോട്ട്ലൻഡിനെതിരായ 3-ാം മത്സരത്തിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടി UAE വിജയത്തിലെത്തിച്ചു. ഒടുവിൽ ഓസ്ട്രേലിയയിൽ നടന്ന 2022-ലെ T20 ലോകകപ്പിൽ UAE ടീമിനായി കളിച്ചു. ശ്രീലങ്കയും നെതർലൻഡ്സും നമീബിയയും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലായിരുന്നു UAEയുടെ സ്ഥാനം. ഗ്രൂപ്പിൽ അവസാന സ്ഥാനക്കാരനാകാനായിരുന്നു വിധിയെങ്കിലും നമീബിയക്കെതിരെ വിജയം നേടിയ മത്സരത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങാനും ബാസിലിനായി. ബാറ്റിംഗും ബൗളിംഗും മാത്രമല്ല, ഫീൽഡിൽ തകർപ്പൻ ക്യാച്ചുകൾ എടുക്കുന്നതിലും മിടുക്കനാണ് താരം. T20 ലോകകപ്പിൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ മിഡ് ഓഫിൽ പതും നിസ്സംഗയെ പുറത്താക്കാൻ എടുത്ത ക്യാച്ച് ലോകകപ്പിനിടെ വൈറലായിരുന്നു. 2015-ൽ UAEയിലെത്തിയ ബാസിൽ 2019-ലാണ് UAE ദേശീയ ടീമിന്റെ ഭാഗമാകുന്നത്. മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അസോസിയേറ്റ് രാജ്യങ്ങൾക്കായി കളിക്കണമെങ്കിൽ അതേ രാജ്യത്ത് 4 വർഷത്തെ താമസക്കാരനാണെന്നുള്ള രേഖ വേണമെന്നതാണ് ICC മാനദണ്ഡം. ഈ 4 വർഷങ്ങൾക്കിടെ 2 മാസത്തിൽ കൂടുതൽ സ്വന്തം നാട്ടിൽ പോയാൽ അത് അയോഗ്യതയാകും. അതിനാൽ നാട്ടിലേക്കുള്ള വരവ് കുറയ്ക്കുക എന്നതായിരുന്നു ആദ്യ കടമ്പയെന്ന് ബാസിൽ പറയുന്നു. നിലവിൽ UAEയുടെ ഗോൾഡൻ വിസയുള്ള താരമാണ് ബാസിൽ ഹമീദ്.